ശബരിമല കൊള്ള നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറമാണ്. 1000 കോടിയുടെ കൊള്ള നടത്താൻ പദ്ധതിയിട്ടവർ ആരൊക്കെയാണ്? സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഒക്കെയായി നിന്നെടുത്ത ഫോട്ടോയുടെ പിന്നിലെ ലക്ഷ്യമെന്താണ്? സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതെന്തിനാണ്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ഗണപതി എന്ന പേരിൽ ഒരു പുരാവസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. ആ കടയിൽ അയ്യപ്പ വിഗ്രഹങ്ങൾ എത്തിയോ? കേരളത്തിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ അടക്കം എത്തിയോ? ചോദ്യങ്ങൾ ഒരുപാടാണ്. രമേശ് ചെന്നിത്തല തുറന്ന് വിട്ട ഭൂതം ഇപ്പോൾ കോൺഗ്രസിനെ മുച്ചൂടും മുടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഭരണപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്നതിലപ്പുറം പ്രതിപക്ഷത്തെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഇതിന് ഓരോന്നിനും എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമല അയ്യപ്പനെ പോലും വിൽക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവന്നവനുമായി സോണിയാഗാന്ധിക്ക്, കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ സോണിയാഗാന്ധിക്ക് എന്താണ് ബന്ധം എന്നുള്ളത് പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് മടിക്കുന്നത്? കോൺഗ്രസ് എന്താണ് ഭയക്കുന്നത്? 2007 മുതൽ നടന്ന കൊള്ള 2019 വരെ തുടർന്നു. അതിനിടയ്ക്ക് വലതുപക്ഷവും ഇടതുപക്ഷവും വന്നു. ഇടതുപക്ഷം വന്ന സമയത്ത് കൊള്ള നടന്നിട്ടുണ്ട്, വലതുപക്ഷം വന്ന സമയത്തും കൊള്ള നടന്നിട്ടുണ്ട്. ഈ വലതുപക്ഷക്കാരും ഇടതുപക്ഷക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധവും പുലർത്തിയിട്ടുണ്ട്. എന്തിനാണ് ഒരു ദേശീയ അധ്യക്ഷൻ, അതായത് സോണിയാഗാന്ധി ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിയാണ്. അവരെ കാണാൻ കോൺഗ്രസിനകത്തുള്ളവർ പോലും കാത്തു കെട്ടി നിൽക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കൂസലുമില്ലാതെ അവരുടെ വസതിയിലേക്ക് കയറി ചെല്ലുന്നതും അവരുടെ കയ്യിൽ ചരട് കെട്ടുന്നതും. അപ്പോൾ സോണിയാഗാന്ധി അറിയാതെ ഇതൊക്കെ നടന്നു എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്നത് ആദ്യം ഓർക്കണം. ഭരണപക്ഷത്തിനും പങ്കുണ്ട്, പല ഉന്നതന്മാർക്കും പങ്കുണ്ട്, പല മന്ത്രിമാർക്കും പങ്കുണ്ട്, പല മുൻ മന്ത്രിമാർക്കും ഇതിൽ പങ്കുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. വിശ്വാസത്തെ വിറ്റ് കളിച്ചവരാരൊക്കെയാണോ അവരെ കേരള സമൂഹം വെറുതെ വിടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഗിമിക്കുകൾ കാണിക്കാൻ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് പലരും രംഗത്തെത്ത് പല വാർത്താ സമ്മേളനങ്ങളിലും പലതും പറയും. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുക മാത്രമേ ഉള്ളൂ. ഇനി അയ്യപ്പ വിഗ്രഹം അവിടെയുണ്ടോ അതോ മറ്റെവിടെയെങ്കിലും കടത്തിയോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ അവിടെ പോയി തൊഴുതോളാം. വെറുതെ ഈ കല്ലും മുള്ളും ഒക്കെ താണ്ടി അയ്യപ്പൻ ഇരിക്കുന്നിടത്ത് 41 ദിവസത്തെ വ്രതവും എടുത്ത് ഈ പാവങ്ങൾ വളരെ ദൂരെ നിന്ന് നടന്നു വരുന്നവർ വരെയുണ്ട്. വരേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലല്ലോ. 1000 കോടി എന്ന് പറയുമ്പോൾ തലസ്ഥാനത്തെ പത്മനാഭനും അവിടെയുണ്ടോ? പത്മനാഭസ്വാമിയും അവിടെയുണ്ടോ? ബി നിലവറയും കുത്തിപ്പൊളിച്ചുകൊണ്ട് പോയോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. നമ്മളൊക്കെ പുറമേ കാണുന്നതല്ല, അകമേ വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകളുടെയും വിഗ്രഹ കൊള്ളയുടെയും ഒക്കെ ഒരു വലിയ ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ വിഡ്ഢികളായി ഇങ്ങനെ പുറത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള ജനത. ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടുകൊണ്ട് ഇവരൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനും ഇവരൊക്കെ കാണിക്കുന്ന നാറിയ കളികൾക്കും നമ്മളെയൊക്കെ ഉപയോഗിക്കുകയാണ് ഈ പാർട്ടികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ശബരിമല അയ്യപ്പന്റെ സന്നിധി, ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തർ തങ്ങളുടെ വിയർപ്പിന്റെ വിഹിതം കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കുന്ന ആ പുണ്യഭൂമി, ഭക്തി കൊണ്ടാണ്. ആ ഭക്തിയുടെ മറവിൽ ചില മാന്യന്മാർ ചേർന്ന് അവിടെയുള്ള വിഗ്രഹങ്ങൾ തന്നെ അടിച്ചുമാറ്റി വിദേശത്തേക്ക് കച്ചവടം നടത്തി. ഇത് പറയുമ്പോൾ വിശ്വാസികളുടെ നെഞ്ച് കീറും. അത് എല്ലാവർക്കും അറിയാം. സ്വർണ്ണക്കൊതിയന്മാരെക്കുറിച്ചും കാണിക്ക വഞ്ചി കക്കുന്നവന്മാരെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സാക്ഷാൽ ശബരിമലയിലെ വിഗ്രഹം തന്നെ കടത്തിയെന്ന അതിനിർണായകമാണ് പുറത്തു വരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ കേരളത്തെ മുൾമുനയിൽ നിർത്തുന്ന എല്ലാ സത്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ്. അത് കട്ടതോ ഭരണകൂടം, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിഗൂഢ വ്യക്തി ഡി മണി എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരൻ. ഏറ്റവും വലിയ ആത്മീയ വഞ്ചനയുടെയും അഴിമതിയുടെയും കഥയാണ്. സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ ഇതിലുണ്ട്. ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ നമുക്ക് ഇത് കാണാനോ കേട്ടുകൊണ്ടിരിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പോലും ചിലർക്ക് വെറും കച്ചവട വസ്തുക്കൾ മാത്രമാണ്. അതും നമ്മുടെ ഭരണകൂടത്തിന്. ഈ കഥയിലെ പ്രധാന വില്ലൻ അല്ലെങ്കിൽ പ്രധാന കണ്ണി എന്ന് പറയുന്ന ഡി മണി എന്ന വ്യക്തി ആരാണ്? ഈ മണി ചെന്നൈ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാൾക്ക് അധോലോക ബന്ധങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ദാവൂദ് മണിയെന്നും ദുബായ് മണിയെന്നും ഡയമണ്ട് മണിയെന്നും ഇയാൾക്ക് വിളിപ്പേരുണ്ട്. ആ വിളിപ്പേരുകളിൽ തന്നെ ഇയാളുടെ റേഞ്ച് വ്യക്തമാണ്.
ദുബായിലെ ഒരു പ്രമുഖ വ്യവസായിയാണ് ഡി മണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. രമേശ് ചെന്നിത്തല വഴി ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. വെറും ഒരു കള്ളക്കടത്തുകാരൻ എന്നതിലുപരി പുരാതന വിഗ്രഹങ്ങൾ ലോകത്തെവിടെയും നിന്നും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു അന്താരാഷ്ട്ര സിൻഡിക്കേറ്റിന്റെ തലവനാണ് ഈ മണി. SIT ഇത് സംശയിക്കുന്നുണ്ട്. നിലവിൽ SITയിലെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ചെന്നൈയിൽ പോയി ഇയാളെ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കിട്ടിയത് 1000 കോടിയുടെ സ്വർണ്ണക്കടത്ത് നടത്താനാണ് ഇവർ തീരുമാനിച്ചിരുന്നത് എന്നുള്ളതാണ്. അതായത് 2019-20 കാലഘട്ടത്തിലാണ് ഈ കൊള്ള നടന്നത്. പഞ്ചലോകം എന്നാൽ വെറും ലോകക്കൂട്ടല്ല, അതിന് വിപണിയിൽ കോടികളുടെ മൂല്യമാണുള്ളത്. പുരാതന വിഗ്രഹങ്ങളാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ അതിൻ്റെ വില ഇരട്ടിയുമാകും. ഈ വിഗ്രഹങ്ങൾ എങ്ങനെ കടത്തി എന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണ്. ശബരിമലയിലെ കർശന സുരക്ഷാ പരിശോധനകൾക്കിടയിലൂടെ എങ്ങനെയാണ് ഈ 4 വിഗ്രഹങ്ങൾ പുറത്തേക്കെത്തിയത്? ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെയുണ്ട്. ഭരണരംഗത്തെ ഉന്നതർ ഇതിന് പച്ചക്കൊടി കാട്ടാതെ ഒരു വിഗ്രഹം പോലും മല ഇറങ്ങില്ല എന്നത് പകൽ പോലെ സത്യം. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം ഊതിപ്പെരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയാണ് മറ്റൊരു പേര് കൂടി വരുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇദ്ദേഹമാണ് ഈ വിഗ്രഹക്കടത്തിന് ഇടനിലക്കാരനായി നിന്നത്. എന്നാൽ പോറ്റി പറയുന്നത് തനിക്ക് മണിയെ അറിയില്ല എന്നാണ്. എന്തിന് വിശ്വസിക്കണം? ആര് വിശ്വസിക്കണം? മണിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറയുന്ന പോറ്റിയുടെ വാദങ്ങൾ SIT വിശ്വസിച്ചിട്ടില്ല. കാരണം മണിയുടെ സംഘത്തിലുള്ളവരുമായി SIT ഉദ്യോഗസ്ഥർ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വേറെയും പല വിവരങ്ങളും അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. സിനിമയെ വെല്ലുന്ന ഒരു സീൻ നമുക്ക് ഭാവനയിൽ കാണാം. 2020 ഒക്ടോബർ 26, സ്ഥലം തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഹോട്ടലിൽ വെച്ച്, അതും ഒരു പോഷ് ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ അതിന് മേലൊരു ഹോട്ടലോ, നിങ്ങൾ ചിന്തിച്ചോ, അതീവ രഹസ്യമായി കൂടിക്കാഴ്ച നടക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ 3 പേരാണ് പങ്കെടുക്കുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരനായ ഡി മണി. 2, ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി. 3, ശബരിമലയുടെ ഭരണ ചുമതലയുള്ള അതിശക്തനായ ഉന്നതൻ. ഈ മീറ്റിംഗിൽ വച്ചാണത്രേ വിഗ്രഹങ്ങൾ നൽകാനുള്ള പണം കൈമാറിയത്. മണി ചെന്നൈയിൽ നിന്ന് വിമാനമാർഗമാണ് തിരുവനന്തപുരത്തെത്തിയത്. കോടികളാണെന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് പറയുന്നു. ആ പണം കൈപ്പറ്റിയത് ശബരിമലയിലെ ഭരണസമിതിയുമായി അടുത്ത ബന്ധമുള്ള ഉന്നതൻ. ഭഗവാന്റെ വിഗ്രഹം വിറ്റ് കിട്ടിയ പണം കൊണ്ട് ആ ഉന്നതൻ എന്ത് ചെയ്തു കാണും? ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥ തോന്നില്ലേ? നമ്മൾ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന 41 ദിവസം നോമ്പ് നോറ്റ് മല ചവിട്ടുന്ന ഭക്തർ ഇവിടെ വിഡ്ഢികളാവുകയാണ്. ആ ഉന്നതൻ അന്വേഷണ സംഘത്തിന് ആരാണെന്ന് വ്യക്തമായി അറിയാം. എന്നാൽ ആ പേര് പുറത്തു പറയില്ല. എന്തായാലും കേരള രാഷ്ട്രീയം തന്നെ ഇളകി മറിയുന്ന ഒരു പേരാണത്. അതുകൊണ്ടാകണം SIT ഇപ്പോൾ വളരെ കരുതലോടെ നീങ്ങുന്നത്. കോടതി ഇടപെടലുകൾ വന്നതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും. ശബരിമലയിലെ വിഗ്രഹം കൊണ്ടുപോയവൻ ഒരു ദിവസം പോലും സമാധാനത്തിൽ ഉറങ്ങില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഉന്നതനെ തുറന്നു കാട്ടാൻ SITക്ക് ഭയമാണെങ്കിൽ കോടതി ഇടപെടും. കോടതി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കോടതിയാണ് പറഞ്ഞത് ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നുള്ളത്. കോടതിക്കത് വ്യക്തമായി അറിയാം. കോടതി ഇടപെട്ടാൽ ഇത് CBIയിലേക്കും EDയിലേക്കും പോകും. CBI എപ്പോൾ വേണമെങ്കിലും കോടതി പറഞ്ഞാൽ അന്വേഷണത്തിൽ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ആ ഉന്നതനെ കണ്ട് കേരളം ഞെട്ടാൻ തയ്യാറായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഞെട്ടുക മാത്രമേ ഉള്ളൂ. ഇവനൊക്കെ പല പഴുതുകളിലൂടെ ഊരിപ്പോരാനുള്ള എല്ലാ മാർഗങ്ങളും കണ്ടുവച്ചിട്ടായിരിക്കും അയ്യപ്പനെ വരെ പൊക്കിയത്.